മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഉർവശിയുടെ ഒരു സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലായത്. ഉർവശിയുടെ ഭർത്താവിൻ്റെ കൊല്ലത്തെ വീട്ടിൽ, അതായത് തറവാടിനടുത്ത് തന്നെ ഇവർ പുതിയ വസ്തു വാങ്ങുകയും അവിടെ പുതിയൊരു ഭവനം നിർമ്മിക്കുകയും ചെയ്തു. അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം. ഉർവശി തന്നെയാണ് പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത്. ഉർവശിയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും എല്ലാവരും വളരെയധികം പങ്കെടുത്ത ഒരു ചെറിയ ഫംഗ്ഷൻ തന്നെയായിരുന്നു കൊല്ലത്തെ പാലുകാച്ചൽ ചടങ്ങ് എന്ന് മനസ്സിലാകുന്നു. ഉർവശിയും ഭർത്താവും മകനും മകൾ കുഞ്ഞാറ്റയും ഈ ചടങ്ങിന് അടുത്തു തന്നെ നിന്ന് ഒരുപോലെ പാലുകാച്ചലും ചടങ്ങും ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. പ്രത്യേക രീതിയിൽ ഒന്നും തന്നെയല്ല അവർ ചടങ്ങുകൾ നടത്തിയത്. വളരെ സാധാരണ രീതിയിൽ കുറച്ച് ആളുകളെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പാലുകാച്ച തന്നെയായിരുന്നു ഇവർ നടത്തിയത്. നാട്ടിലൊരു വീട് വയ്ക്കണമെന്നത് അതിയായ ആഗ്രഹം തന്നെയായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ, അതായത് ഉർവശിയുടെ ഭർത്താവിൻ്റെ വീടിനരികിൽ തന്നെ വേണമെന്നത് അവരുടെ ആഗ്രഹം തന്നെയായിരുന്നു. ആഗ്രഹം പോലെ അത് സാധിക്കുകയും ചെയ്തു. അതിൻ്റെ സന്തോഷത്തിൽ തന്നെയായിരുന്നു താരം. മറ്റുള്ളവരോടൊന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും മാധ്യമങ്ങളെ എല്ലാവരെയും നോക്കി ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്ന് പോലും പറയാനുള്ള സ്നേഹം ഉർവശിക്കുണ്ടായിരുന്നു എന്നത് തന്നെയാണ് സത്യം. എല്ലാവരും മനോജ് കെ ജയനെ തന്നെയാണ് ഇന്നലത്തെ ദിവസം നോക്കിയത്. മനോജ് കെ ജയനും ആശയ്ക്കും ക്ഷണമുണ്ടായിരുന്നു. അവർ കുടുംബസമേതം എത്തി സമ്മാനം നൽകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും. ഇന്നലെ തിരക്കും ബഹളവും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ താരങ്ങളാരും എത്താത്തത് എന്നാണ് കരുതപ്പെടുന്നത്. എല്ലാവർക്കും ക്ഷണമുണ്ടായിരുന്നുവെന്നും നാട്ടിലായതുകൊണ്ട് തന്നെ പാലുകാച്ച ചടങ്ങ് എല്ലാവരെയും അറിയിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. മലയാളികളുടെ മഹാനടി ഉർവശി ഏറെ കാലമായി തന്നെ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ആയാലും ഭർത്താവിൻ്റെ സംവിധാനമായെങ്കിലും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ് ഉർവശിയുടെ ഭൂരിഭാഗം സമയവും. മകൻ അവിടുത്തെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തേക്ക് വല്ലപ്പോഴും മാത്രമേ ഉർവശിയും കുടുംബവും എത്താറുള്ളൂ. ആ എത്തുന്ന സമയത്തേക്ക് അവിടെ ഒരു വീട് വേണം എന്നത് ഇരുവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനമാണ് കൊല്ലത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വീട് വയ്ക്കണമെന്നുള്ളത് അതിയായ ആഗ്രഹമായി ഉണ്ടായിരുന്നത്. അവസാനം പാലുകാച്ച ചടങ്ങും എല്ലാ ചടങ്ങുകളും നടത്തി ഇരുവരും അവിടെ താമസം തുടങ്ങിയെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നാട്ടിലേക്ക് വരണമെന്ന് തോന്നുമ്പോൾ ഓടി വരാൻ ഒരു വീടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഉർവശിയെ സംബന്ധിച്ച് പാലുകാച്ചൽ ചടങ്ങിനിടയിൽ തന്നെ നല്ല സന്തോഷത്തോടെ പുഞ്ചിരിച്ച് നിൽക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു നല്ല വാർത്തയായി ഇത് മാറുകയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ പോസ്റ്റിനോടൊപ്പം തന്നെ ഈ വാർത്ത ഓരോന്നോരോന്നായി തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നു. ഓരോരുത്തരും വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.